ചില കമ്പനികളിൽ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ പോലും ചില സമയങ്ങളിൽ വെട്ടിലായി പോകുന്ന ചില പഴുതുകളുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന ചില സംശയങ്ങളും ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു സെയിൽസ്മാൻ മറ്റൊരു കമ്പനിയുമായിട്ടോ വ്യക്തിയുമായിട്ടോ ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ അത് കമ്പനി ടു കമ്പനി കരാറാണ്, കമ്പനി ടു കമ്പനി പേയ്മെൻറ്റാണ്. അവിടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കരാർ അനുസരിച്ച് കമ്പനിയാണ് നടപടി സ്വീകരിക്കേണ്ടത്, അല്ലാതെ ഈ സെയിൽസ് കൊണ്ടുവന്ന വ്യക്തിക്കെതിരെയല്ല. പല കമ്പനികളും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സെയിൽസ്മാൻമാരിൽ നിന്ന് ചെക്ക് ബ്ലാങ്കായിട്ട് ഒപ്പിട്ട് വാങ്ങിവെക്കും. അതിൽ ഡേറ്റ് എഴുതില്ല, എമൗണ്ട് എഴുതില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഈ സെയിൽസ്മാൻ പോയി ഡീൽ ചെയ്ത കമ്പനി ഇങ്ങോട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ സെയിൽസ്മാനെ പിടിക്കാൻ വേണ്ടി നിർണായക സമയത്ത് ഈ സെയിൽസ്മാൻ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി ചെക്ക് എന്ന പേരിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഈ ചെക്ക് കൊണ്ടുപോയി ബാങ്കിലിട്ട് അതിനെ മടക്കി പിന്നെ കേസാക്കി അദ്ദേഹത്തെ ട്രാവൽ ബാൻ ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത വിധമാക്കി അവസാനം എല്ലാം വിറ്റുപറക്കി കൊണ്ടുവന്ന് കാശ് കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി കരുതിക്കൂട്ടി ഇങ്ങനെ ചെക്ക് ജീവനക്കാരിൽ നിന്ന് ചില കമ്പനികൾ വാങ്ങി വയ്ക്കുന്നത്. ഈ അടുത്തും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളുണ്ടായി. ഒരുപാട് പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ട്, കേസിൻ്റെ നൂലാമാലകളിൽപ്പെട്ട്. യഥാർത്ഥ നിയമം പറയുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി ഒരു സെയിൽസ് പേഴ്സൺ അദ്ദേഹം എന്തെങ്കിലും ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കാശ് ഭരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാണ് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എഴുതി കൊടുക്കണം, ഇത് കമ്പനിയല്ല, ആ കമ്പനി കാശ് തന്നില്ലെങ്കിലും ഞാൻ തന്നുകൊള്ളാം എന്നൊക്കെ വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അതും ബാധകമാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും വെള്ളക്കടലാസിൽ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ട് കാണിച്ചു തരുന്ന കടലാസിൽ ഒപ്പിട്ട് കൊടുക്കരുത് കമ്പനിയിൽ എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ ചില അതിബുദ്ധികളായിട്ടുള്ള കമ്പനി ഉടമകൾ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ തെറ്റുമ്പോഴാണല്ലോ പിന്നെ പ്രശ്നമായിട്ട് വരുന്നത്. നല്ല സൗഹാർദ്ദത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്തു പോകുന്നു, കമ്പനിക്ക് കിട്ടാവുന്ന കാശും വരുമാനവും ഒക്കെ ജീവനക്കാരെ കൊണ്ട് കിട്ടുന്നു. ആ സമയത്ത് കമ്പനി ഉടമകൾ പ്രതികരിക്കില്ല, ഒന്നും പറയില്ല. എപ്പോഴെങ്കിലും തെറ്റി പുറത്തു പോകുന്ന സമയമാകുമ്പോൾ മാത്രമാണ് ഈ ചെക്കിൻ്റെ ആഴവും പരപ്പും നമുക്ക് ബോധ്യമാവുക. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയെങ്കിലും ഇപ്പോൾ വിശ്വസ്തരായി നിൽക്കുന്നവരുണ്ടാവാം, ചെക്ക് കൊടുത്തിട്ടുള്ളവരുണ്ടാവാം. നിങ്ങൾ അങ്ങനെ PDC ബ്ലാങ്കായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹപുരസ്സരം അത് തിരിച്ചു വാങ്ങുക. ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്കതൊന്ന് താങ്ങാൻ പറ്റില്ല, നേരിട്ട് നന്നായി പറയുക. ഇതില്ലെങ്കിൽ അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചതിച്ച് ചെക്ക് വാങ്ങി വെച്ചു, ഞാൻ പെട്ടുപോയി, എനിക്ക് ആ ചെക്ക് തിരിച്ചു തരുന്നില്ല, നാളെ മാറേണ്ടി വന്ന പ്രശ്നമാകും, നേരത്തെയുള്ള ജീവനക്കാരോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുതലാളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കണം. നിയമപരിരക്ഷ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രദേശമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. സമീപകാലത്ത് സംഭവിച്ച നിരവധി ജീവനക്കാരുടെ വിഷമഘട്ടം മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യം വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരെയും അറിയിക്കേണ്ട ഒരു വിഷയം, ദുബായിലെ എയർപോർട്ടുകളിൽ അമിതമായ തിരക്കാണല്ലോ ഇപ്പോൾ. ആളുകളൊക്കെ അവധി കഴിഞ്ഞ് തിരികെ വരികയാണ്. അടുത്ത ദിവസം സ്കൂൾ തുറക്കുന്നു, ഓഫീസുകളൊക്കെ വീണ്ടും സജീവമാകുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ വളരെ ആക്റ്റീവായി മാറുന്നു, പോയ ജീവനക്കാരെല്ലാം തിരികെ വരികയാണ്. അതുകൊണ്ടുള്ള എയർപോർട്ടിലെ തിരക്ക് ചെറുതൊന്നുമില്ല. ഒന്ന് പോയി നോക്കി അറിയാം. ആരെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കൂ. എത്രയെത്ര വിമാനങ്ങൾ, എത്രയെത്ര ആളുകൾ, ആയിരങ്ങൾ, മില്യൺ കണക്കിന് എന്ന രൂപത്തിൽ വന്നിറങ്ങുന്നൊരു ഘട്ടത്തിലാണ് ഈ ഓഗസ്റ്റിൻ്റെ അവസാനം എത്തി നിൽക്കുന്നത്. ഈ സമയത്ത് ഇന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ 23-ാം തീയതി ഓഗസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം പറയട്ടെ. വന്നിറങ്ങുന്ന ലഗേജിൻ്റെ കൂട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടേത് എന്ന് പെട്ടെന്ന് സംശയിച്ച് അല്ലെങ്കിൽ തോന്നിയിട്ട് മറ്റൊരാളുടെ ലഗേജ് ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കും, പെട്ടെന്ന് ടാഗൊന്നും നോക്കാതെ പേര് നോക്കാതെ അതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടെങ്കിൽ വരും. ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ലഗേജ് ഇങ്ങനെ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 2 മണിക്കൂർ ലഗേജിൻ്റെ ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരു ലഗേജ് ഇവിടെ അനാഥമായി കിടക്കുന്നു, അതുപോലൊന്നാണല്ലോ തൻ്റേതും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കൈമാറ്റം വന്നതാവാം, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് മറ്റേ അദ്ദേഹം എടുത്തുകൊണ്ട് പോയതാകാം എന്ന് പറഞ്ഞ് അതിൻ്റെ ടാഗ് നോക്കിയപ്പോൾ അതിൽ നിന്ന് പേര് കിട്ടി. ആ പേര് വെച്ചിട്ട് ആ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റി. അങ്ങനെ അതിൽ നാട്ടിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ചിട്ട് ബന്ധുവിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE എവിടെയാണോ ഇറങ്ങിയത് ആ നമ്പർ തപ്പിയെടുത്ത് ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താമെന്നൊക്കെ അവർ പറഞ്ഞു. ഇത്രയും പുലിവാലുണ്ടാക്കിയത് ആ ലഗേജിനകത്ത് വിലപിടിച്ച ഗുളികകൾ, അത്യാവശ്യം ഉപയോഗിക്കേണ്ട മരുന്നുകളൊക്കെ ആയിരുന്നു, അതുപോലെ രേഖകളുണ്ടായിരുന്നു.
ഇങ്ങനെ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഓരോരുത്തരും ലഗേജിൽ നിന്ന് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള സമയത്ത് എടുക്കുമ്പോൾ തങ്ങളുടേതാണെന്ന് ഉറപ്പ് വരുത്തി ആ ടാഗ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകണം. രണ്ട്, യാത്ര ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, വളരെ വിലപിടിച്ച വസ്തുക്കളൊന്നും ഈ ലഗേജിൽ വെക്കാതിരിക്കുക. അന്നന്ന് രാത്രി നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലായി പോകും എന്നുള്ള സാധനങ്ങൾ ഇതിൽ വെക്കാതിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയുന്നൊരു കാര്യം. അത്യാവശ്യം ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ സൂചിപ്പിക്കട്ടെ. ദുബായ് എമിറേറ്റിലെ പോലെ അബുദാബി എമിറേറ്റിലും കഴിഞ്ഞ ദിവസം ഒരു വാടകയുടെ അടിസ്ഥാന സൂചിക പുറത്തിറക്കി. റെൻ്റൽ ഇൻഡെക്സ് ആദ്യമായിട്ടാണ് അബുദാബിയിൽ അങ്ങനെ വരുന്നത്. ഇതുകൊണ്ട് രണ്ട് തരത്തിലാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന്, പുതിയതായിട്ട് ചില സ്ഥലങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് നാളിതുവരെ ഉള്ളതിനേക്കാൾ ചില സ്ഥലങ്ങളിൽ 20-30% വരെയൊക്കെ വാടക വർധനവ് കാണുന്നു. കാരണം ഈ പ്രദേശത്തിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, ഈ ഏരിയ അങ്ങനെയാണ്, അതിൻ്റെ റെൻ്റൽ ഇൻഡെക്സ് കൂടുതലാണ്. അങ്ങനെ പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അബുദാബിയുടെ നിയമം 5% വെച്ച് വർഷം വർദ്ധിപ്പിക്കാൻ പറ്റൂ മാക്സിമം എന്നുള്ളതാണ്. അതിൻ്റെ ആനുകൂല്യം കിട്ടും. റെൻ്റൽ ഇൻഡെക്സ് 30% അധികമാണെങ്കിൽ പോലും നിലവിൽ കൊടുത്തിരിക്കുന്ന തുകയുടെ പരമാവധി 5% കൊടുത്താൽ മതി റിന്യൂവലിന് എന്നൊരു ആനുകൂല്യമുണ്ടെന്ന് താമസിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ സജീവമാണ്. അവിടെ കൊണ്ടുപോയി കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അല്ലാതെ ലാൻഡ് ലോഡ് വന്നിട്ട് 30% ഇവിടെ കൂടുതലാണ്, റെൻ്റൽ ഇൻഡെക്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചിട്ട് ഇതിൻ്റെ മാന്യമായ ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഓരോരുത്തരും അന്വേഷിക്കണമെന്നാണ് ദുബായ് വാർത്ത അബുദാബിയിലെ താമസക്കാരോട് പറയുന്നത്. ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് 23 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.